അവർ വന്നെന്നു തോന്നുന്നു. സുഭദ്ര അതും പറഞ്ഞ് അവരെ സ്വീകരിക്കുവാനായി പുറത്തേക്ക് പോയി. പക്ഷേ മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടതും ജാനിയിൽ വെള്ളിടി വെട്ടി. ഉള്ളം കൈയിലും നെറ്റിത്തടത്തിലും വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞു. അവളിൽ ആകമാനം ഒരു പരവേശം വന്നു മൂടി. വിച്ചുവും അമ്മുവും കൂടി ജനൽക്കമ്പിക്കിടയിലൂടെ പുറത്തേക്ക് എത്തി നോക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇച്ചിരി ഒതുങ്ങി നിന്നേ അമ്മു, എനിക്കൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല. വിച്ചു അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. നീയൊന്ന് പോയേടാ, നിന്നെപ്പോലെ തന്നെ ഞാനും കാണാനാ വന്ന് നിൽക്കുന്നേ. വേണേൽ നീ അപ്പുറത്തേക്ക് പോ. അമ്മുവും വിട്ടുകൊടുത്തില്ല. ദേടി, ബാക്കിലത്തെ ഡോർ ഓപ്പൺ ആവുന്നു. അവർ രണ്ടുപേരും ആരാ ഇറങ്ങി വരുന്നതെന്നറിയാൻ ആ ഡോറിലേക്ക് തന്നെ നോക്കി നിന്നു. അത് ചെക്കൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു. വിച്ചു കണ്ണു ചുരുക്കി പുറത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. ഡാഡാ, അങ്ങോട്ട് നോക്കിയേ, മുന്നീന്ന് ആരോ ഇറങ്ങുന്നുണ്ട്. അമ്മു മുന്നോട്ട് ചൂണ്ടിക്കൊണ്ട് അവനെ കണ്ണ് കാണിച്ചു. എൻ്റെ അമ്മു, അതാ ബ്രോക്കറാ. വിച്ചു അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചു. ഇനിയിപ്പോൾ ചെക്കൻ വന്നില്ലേ? ആരും ഇറങ്ങുന്നത് കാണുന്നില്ലല്ലോ. അമ്മു വാചാലയായി. ഇല്ലടി, ഉണ്ട്. നീ ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങുന്ന ആളെ നോക്കിക്കേ. നല്ല ഹൈറ്റ് ഉണ്ടല്ലോ ചെക്കന്. രണ്ടിൻ്റെയും സംസാരം ശ്രദ്ധിച്ചു നിന്ന ജാനി അവരെ ഒന്ന് നോക്കി. ജനലിൽ തൂങ്ങി തൂങ്ങി അതും പൊളിച്ച് പുറത്തെത്തുമോ എന്ന് തോന്നിപ്പോയി അവൾക്ക്. ചെക്കൻ വന്നു എന്ന് പറയുന്നത് കേട്ടതും അവളുടെ കാലുകൾ ജനലിനരികിലേക്ക് അറിയാതെ നീങ്ങി. കിട്ടിയ ചെറിയ ഗ്യാപ്പിലൂടെ ജാനിയും മുറ്റത്തേക്ക് നോക്കി. അവളുടെ നോട്ടം പുറംതിരിഞ്ഞു നിൽക്കുന്ന രൂപത്തിലേക്ക് ചെന്നെത്തി. സ്കൈ ബ്ലൂ കളർ ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് വേഷം. അത് നല്ല വൃത്തിയായി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുവാണ്. തിരിഞ്ഞു നിൽക്കുന്നതിനാൽ മുഖം വ്യക്തമല്ല. വിച്ചു പറഞ്ഞതുപോലെ നല്ല ഹൈറ്റ് തോന്നിക്കുന്നുണ്ട് ആൾക്ക്. അടുത്ത് വേറെ ആരെയും അവൾക്ക് കാണാൻ സാധിച്ചില്ല. അവർ അകത്തേക്ക് കയറി കാണുമെന്ന് ജാനിക്ക് മനസ്സിലായി. അവിടുന്ന് കണ്ണു മാറ്റിയപ്പോൾ കണ്ടു അവളെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മുവിനെയും വിച്ചുവിനെയും. എനിക്ക് പേടിയാവുന്നടാ. അവളുടെ മുഖം ദയനീയമായി. അമ്മു അവളുടെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന് റൂമിലുള്ള ചെയറിലിരുത്തി കുടിക്കാൻ വെള്ളം കൊടുത്തു. ജാനിയത് ഒറ്റ വലിക്ക് മൊത്തം കുടിച്ചു തീർത്തു. വാ വാ, അകത്തേക്കിരിക്കാം. യാത്രയൊക്കെ സുഖമായിരുന്നോ? വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? അവരെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് സുഭദ്ര ചോദിച്ചു. ഇല്ല, ഭാസ്കരൻ ഉള്ളതുകൊണ്ട് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കൂട്ടത്തിൽ ചെക്കൻ്റെ അമ്മയെന്ന് തോന്നിക്കുന്ന സ്ത്രീ പറഞ്ഞു. ഇത് ചെക്കൻ്റെ അച്ഛനും അമ്മയുമാണ്. ഭാസ്കരൻ അടുത്തിരിക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. മോൻ വന്നില്ലേ? വേറെ ആരെയും കാണാത്തതുകൊണ്ട് സുഭദ്ര ചോദിച്ചു. ഉണ്ട്, അവനൊരു അർജന്റ് കോൾ വന്നതുകൊണ്ട് ഫോണിൽ സംസാരിച്ച് പുറത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വരും. അച്ഛനാണ് സുഭദ്രയ്ക്ക് മറുപടി നൽകിയത്. ദേ വന്നല്ലോ. ഭാസ്കരൻ പറയുന്നത് കേട്ടിട്ടാണ് സുഭദ്ര അങ്ങോട്ടേക്ക് നോക്കിയത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് അവനെ ഇഷ്ടമായി. നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ. അവരുടെ മനസ്സ് മൊഴിഞ്ഞു. ചെക്കനും കൂടി വന്നിരുന്നതും സുഭദ്ര പറഞ്ഞു തുടങ്ങി. ഭാസ്കരൻ നിങ്ങളോട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നാലും ഞാനും ഒന്ന് സൂചിപ്പിക്കാം. പിന്നീട് അതൊരു ചർച്ചാവിഷയമാവരുതല്ലോ. അതിനൊന്നവർ ചിരിച്ചതേയുള്ളൂ. മോൾക്ക് സ്വന്തമെന്ന് പറയാൻ നിലവിൽ ഞാൻ മാത്രമേയുള്ളൂ. അവളുടെ അച്ഛനും അമ്മയും സഹോദരനും 5 വർഷം മുന്നേ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടതാണ്. അതിനുശേഷം ഞാനാണ് അവളെ നോക്കിയതും വളർത്തിയതുമെല്ലാം. അതിനെക്കുറിച്ചെല്ലാം ഭാസ്കരൻ ഞങ്ങളോട് പറഞ്ഞതാണ്. പിന്നെ മോളിപ്പോൾ പഠിക്കുവാണെന്നും അറിഞ്ഞു. കുട്ടികൾ കണ്ടിഷ്ടപ്പെട്ട് കല്യാണം നടക്കുവാണെങ്കിൽ അവളുടെ പഠിപ്പിൻ്റെ കാര്യത്തിൽ ഒരു മുടക്കവും വരില്ല. അതോർത്ത് ടെൻഷൻ അടിക്കേണ്ടാട്ടോ, ചെക്കൻ്റെ അമ്മ പറഞ്ഞു. അവരുടെ മറുപടി സുഭദ്രയിൽ ആശ്വാസം നിറച്ചു. എന്നാൽ പെണ്ണിനെ വിളിക്കാല്ലേ? ഭാസ്കരൻ പറഞ്ഞതും സുഭദ്ര അടുത്തു നിൽക്കുന്ന സുമയോട് ജാനിയെ വിളിച്ചു കൊണ്ടുവരാനായി പറഞ്ഞു. സുമ ജാനിയുടെ മുറിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേ കണ്ടു പരവേശത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവളെ. സുഭദ്രാമ്മ മോളെ വന്ന കൂട്ടർക്ക് ചായ കൊടുക്കാൻ വിളിക്കുന്നുണ്ട്. നിങ്ങളും വാ മക്കളെ. സുമ ഒരു പുഞ്ചിരിയോടെ അവരോട് പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു. ഹാളിലേക്ക് വന്നതേ ജാനി അമ്മുവിൻ്റെ കൂടെ അടുക്കളയിലേക്കും പോയി. വിച്ചു ലിവിംഗ് റൂമിലേക്കും. ദാ മോൾ ഈ ചായ അവർക്ക് കൊണ്ടേ കൊടുക്ക്. ചായയുടെ ട്രേ ജാനിയുടെ കയ്യിലേക്ക് വെച്ചുകൊണ്ടവർ പറഞ്ഞു. ആ ട്രേ കയ്യിലേക്ക് വാങ്ങി പിടിക്കുമ്പോൾ അവളുടെ കൈകൾ നന്നായി വിറച്ചുകൊണ്ടിരുന്നു. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം കുമിഞ്ഞുകൂടി. ചായയും കൊണ്ട് ലിവിംഗ് ഏരിയയിലേക്ക് വന്നതും കണ്ണും തള്ളി നിൽക്കുന്ന വിച്ചുവിനെയാണ് അമ്മു കണ്ടത്. തലകുനിച്ചു പിടിച്ചിരുന്നതിനാൽ ജാനി ഇതൊന്നും അറിഞ്ഞില്ല. അവളുടെ ശ്രദ്ധ മുഴുവൻ ചായ എങ്ങനെ തുളുമ്പിപ്പോകാതെ അവിടെ വരെ എത്തിക്കുമെന്നതായിരുന്നു. അമ്മു അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഇവനെന്തിനാണാവോ ഇങ്ങനെ അന്തിച്ചു നിൽക്കുന്നത്? അതും ചിന്തിച്ചുകൊണ്ടവൾ വിച്ചു നോക്കുന്നിടത്തേക്ക് നോക്കി. അങ്ങോട്ടേക്ക് നോക്കിയതും, ഡാ വിച്ചു, ഞാൻ കാണുന്നത് തന്നെയാണോ നീയും കാണുന്നത്?
അവളുടെ കണ്ണുകൾ ബുൾസൈ പരുവത്തിലാക്കിക്കൊണ്ട് വിച്ചുവിനോട് ചോദിച്ചു. അതേ എന്ന് തലയാട്ടാൻ മാത്രമേ അവനെ കൊണ്ട് സാധിച്ചുള്ളൂ. അയ്യോ, ആദി സാർ ആയിരുന്നോ ജാനിയെ കാണാൻ വന്ന ചെറുക്കൻ? അമ്മുവിന്റെ ചോദ്യത്തിൽ വിച്ചു പിന്നെയും തലയാട്ടി. ഡാ കോപ്പേ, നീ ഇങ്ങനെ പാവ തലയാട്ടുന്ന പോലെ ആട്ടാതെ. പ്രതീക്ഷിക്കാതെ സാറിനെ കണ്ടാൽ മിക്കവാറും പെണ്ണവിടെ ബോധം കെട്ട് വീഴുമെന്നാ തോന്നുന്നേ. അപ്പോഴേക്കും ജാനി ചായയും കൊണ്ട് ചെക്കൻ കൂട്ടറുടെ അടുത്തെത്തിയിരുന്നു. അവളെ കണ്ട മാത്രയിൽ ആദിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം പൂനിലാവുദിച്ചതുപോലെ തെളിഞ്ഞു. അവർക്ക് ജാനിയെ നന്നായി ബോധിച്ചു. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഭംഗി നേരിട്ട് കാണാനാണെന്ന് അവർ മനസ്സിൽ വിചാരിച്ചു. പെണ്ണു വന്നല്ലോ. ഭാസ്കരന്റെ ശബ്ദം കേട്ടാണ് ആദി മുഖമുയർത്തി നോക്കുന്നത്. മുന്നിൽ നിൽക്കുന്നവളെ കണ്ടപ്പോഴേ അവന്റെ കണ്ണൊന്നു മിഴിഞ്ഞു. അവൻ വിശ്വാസം വരാതെ അവളെ തന്നെ നോക്കിയിരുന്നു. എന്നാൽ ജാനി അപ്പോഴും ഇതൊന്നും അറിഞ്ഞില്ല. അവൾ ആരുടെയും മുഖത്തു നോക്കാൻ നിന്നില്ല എന്നതാണ് സത്യം. ചായ എടുക്കുമോനെ, സുഭദ്ര പറഞ്ഞപ്പോഴാണ് അവൻ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റിയത്. ആദി വേഗം ട്രേയിൽ നിന്ന് ഒരു കപ്പ് ചായ എടുത്തു പിടിച്ചു. പുറകിലേക്ക് മാറാനായി ജാനി കണ്ണുകൾ ഉയർത്തിയപ്പോഴാണ് മുന്നിലിരിക്കുന്ന ആദിയെ കണ്ടത്. അവനിൽ നോട്ടമുടക്കിയതും അവളുടെ കൈകൾ വിറച്ചു. കൈയിലെ ട്രേ മറിഞ്ഞു വീഴാനാഞ്ഞതും സുമ വേഗം വന്ന് അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി ടീപ്പോയിലേക്ക് വെച്ചു. ജാനി ഇപ്പോഴും അവിടെ തറഞ്ഞു നിൽക്കുകയാണ്. അവളുടെ ഉയർന്ന നെഞ്ചിടിപ്പ് ചെവികളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. മോളെ. ജാനി അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് സുഭദ്ര വിളിച്ചതും അവളൊന്ന് ഞെട്ടി. പിന്നെ വേഗം തിരിഞ്ഞ് അമ്മുവും വിച്ചുവും നിൽക്കുന്നിടത്തേക്ക് പോയി. ജാനി അവർക്കടുത്തേക്ക് വന്നതും അമ്മു അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ ജാനി, ഇങ്ങേരാ നിന്നെ കാണാൻ വരുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, വിച്ചു അവളോട് പറഞ്ഞു. എന്നാൽ ജാനി അതൊന്നും കേട്ടതേയില്ല. ആദിസാറാണോ തന്നെ പെണ്ണ് കാണാൻ വന്നേ? ഷോ, ഇനിയിപ്പോൾ ഞാൻ എന്തു ചെയ്യും? അങ്ങേരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ചെക്കൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് എങ്ങനെയും ഈ ആലോചന മുടക്കാനാണ് വിചാരിച്ചത്. ആദിസാറായിരിക്കും ചെക്കനെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇത് മുടക്കിയാൽ കോളേജിൽ നിന്നും ഇയാളെ കാണണ്ടേ? ഹോ, ഇതിപ്പോ ചെകുത്താന്റെയും കടലിന്റെയും നടുക്കുപെട്ട അവസ്ഥയാണല്ലോ എനിക്ക്. ഓരോന്നും ആലോചിച്ചിട്ട് ജാനിക്ക് വട്ടുപിടിക്കാൻ തുടങ്ങി. ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലാകാം. ഭാസ്കരൻ പറഞ്ഞത് അവിടെ കൂടിയിരുന്നവരെല്ലാം സമ്മതിച്ചു. എനിക്കോ? ജാനി എന്തോ പറയാനായി തുനിഞ്ഞതും ആദി ഇരുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുന്നത് കണ്ട് അവൾ പറയാൻ വന്നത് വിഴുങ്ങി. ജാനി, മോനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോയിക്കോളൂ, സുഭദ്ര ജാനിയോടായി പറഞ്ഞു. അവൾ മനസ്സില്ലാ മനസ്സോടെ മുത്തശ്ശി പറഞ്ഞതനുസരിച്ചു. ജാനി ആദിയെ ഒന്ന് നോക്കിയിട്ട് റൂമിലേക്ക് പോയി. ആദി അവൾക്ക് പിന്നാലെ നടന്നു. വിച്ചുവിൻ്റെയും അമ്മുവിൻ്റെയും അടുത്തെത്തിയപ്പോൾ അവൻ അവരെ ഒന്ന് നോക്കി. സാറിന്റെ നോട്ടം കണ്ടതും രണ്ടും ഒന്ന് പതറിയെങ്കിലും വേഗം അവനെ നോക്കി ചിരിച്ചു കാണിച്ചു. ആദി അവരെ കടന്നു പോയതും അമ്മുവും വിച്ചുവും സുഭദ്രയുടെ അടുത്തേക്ക് ഓടി. വീട്ടുകാരുടെ കുറെ നാളത്തെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇന്നത്തെ പെണ്ണ് കാണലിന് ആദി സമ്മതിച്ചത്. കേശവിന്റെയും മീനുവിന്റെയും ഏക മകനാണ് ആർദ്രത് കേശവ് എന്ന ആദി. 2 കൊല്ലമായി അച്ഛനും അമ്മയും അവന് കല്യാണാലോചന തുടങ്ങിയിട്ട്. കൊണ്ടുവരുന്ന ഓരോ ആലോചനയും അവൻ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു മുടക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ അവന്റെ അടവൊന്നും അവരുടെ അടുത്ത് വില പോയില്ല. ആദിയെ പിടിച്ചു പിടിയാലെ കൊണ്ടുവന്നതാണവർ. അവൻ ആകെ ഒരൊറ്റ കണ്ടീഷനെ പറഞ്ഞിരുന്നുള്ളൂ. പെണ്ണിനെ കണ്ടിഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ചു നാളത്തേക്ക് വേറെ ആലോചനയൊന്നും കൊണ്ടുവരരുതെന്ന്. വേറെ നിർവാഹമില്ലാത്തതിനാൽ അവരത് സമ്മതിച്ചു കൊടുത്തു. ആദി തന്റെ മുന്നേ നടന്നു പോകുന്നവളെ ഒന്ന് നോക്കി. വലിയ താല്പര്യമില്ലാതെയാണ് താൻ അവർക്കിടയിൽ ഇരുന്നത്. ബ്രോക്കർ പറഞ്ഞത് കേട്ട് ചായ എടുക്കാൻ ആഞ്ഞപ്പോഴാണ് കൺമുന്നിൽ നിന്ന് പെണ്ണിലേക്ക് നീണ്ടത്. തീരെ പ്രതീക്ഷിക്കാത്ത കൂടിക്കാഴ്ച ആയതിനാൽ തന്നെ ഒന്ന് ഞെട്ടിയെന്നത് സത്യമാണ്. തന്റെ സ്റ്റുഡന്റിനെയാണ് പെണ്ണ് കാണാൻ വന്നതെന്ന കാര്യം ഹൃദയമിടിപ്പ് കൂട്ടാൻ തക്കതായിരുന്നു. അമ്മ പെണ്ണിന്റെ ഫോട്ടോയും കൊണ്ട് വന്നപ്പോൾ നോക്കേണ്ടതായിരുന്നു. അപ്പോ അമ്മേനോട് എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ നിമിഷത്തെ ഓർത്തു. വേണ്ടിയിരുന്നില്ല, അപ്പോൾ തന്നെ നോക്കിയാൽ മതിയായിരുന്നു. സൈഡിലേക്ക് നോക്കിയപ്പോൾ കണ്ടു കണ്ണും തള്ളി നിൽക്കുന്ന അമ്മയെയും വിശാലിനെയും. അതുകൂടി കണ്ടപ്പോൾ തൃപ്തിയായി. ആദിയുടെ ശ്രദ്ധ പിന്നെയും ജാനിയിലേക്കായി. മുന്നിൽ നിൽക്കുന്നവളെ കണ്ണുകൊണ്ടൊന്ന് ഒഴിഞ്ഞുവിട്ടു. സാരിയിൽ കാണാൻ സുന്ദരിയാണ് പെണ്ണ്. മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല ഐശ്വര്യമുണ്ട് കാണാൻ. കവളിണയിലെ ചുവപ്പ് രാശി തെളിഞ്ഞു കാണാം. പേടിച്ച് വിറച്ചാണ് നിൽപ്പ്. അത് കണ്ടാൽ തന്നെ മനസ്സിലാകും എന്നെ ഇവിടെ കണ്ട ഷോക്കാണെന്ന്. എന്റെ മുന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ എന്നോണം കൂട്ടുകാരുടെ അടുത്തേക്ക് മാറി നിൽക്കുന്നത് കണ്ടു. പെണ്ണിനും ചെക്കനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ബ്രോക്കർ പറഞ്ഞപ്പോൾ ജാനി വേണ്ട എന്ന് പറയാൻ ഒരുങ്ങുന്നത് കണ്ട് ചാടി എഴുന്നേറ്റു.
പിന്നീടാണ് ഓർത്തത് താനെന്താ കാണിച്ചതെന്ന്. എനിക്ക് ആക്രാന്തം മൂത്ത് എണീറ്റതാണോ എന്ന് വിചാരിച്ചു കാണുമോ എന്നറിയാൻ അച്ഛനെയും അമ്മയെയും ഒളികണ്ണിട്ട് നോക്കി. അവരുടെ മുഖത്തെ കള്ളച്ചിരി കണ്ടതും പിന്നൊന്നും നോക്കാതെ ജാനിയുടെ പുറകെ നടന്നു. പോകുന്ന വഴിക്ക് വിശാലിനെയും അമ്മയെയും ഒന്ന് നോക്കാനും മറന്നില്ല. അവളുടെ പുറകെ കയറി ചെന്നത് ഒരു മുറിയിലേക്കാണ്. അവൻ ചുറ്റും കണ്ണോടിച്ചു. നല്ല അടുക്കും ചിട്ടയുമുള്ള മുറി. സ്റ്റഡി ടേബിളും അതിനു മുകളിലുള്ള ബുക്സും കണ്ടപ്പോൾ മനസ്സിലായി ജാൻവിയുടെ റൂമാണെന്ന്. അവൻ അവളുടെ നിൽപ്പ് കണ്ടിട്ട് പാവം തോന്നിപ്പോയി. പേടിച്ച് തല താഴ്ത്തി നിൽക്കുവാണ് ആള്. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ആദി പോയ പുറകെ അമ്മുവും വിച്ചുവും മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി. മുത്തശ്ശി! അവരുടെ വെപ്രാളം കണ്ട് അവിടെയുള്ളവർ ഒന്ന് അന്തിച്ചു. മുത്തശ്ശി രണ്ടിനോടും സംശയഭാവത്തിൽ എന്താണെന്ന് ചോദിച്ചു. മുത്തശ്ശി, ജാനിയെ പെണ്ണ് കാണാൻ വന്നത് ഞങ്ങളെ പഠിപ്പിക്കുന്ന സാറാണ്. അമ്മുവും വിച്ചുവും ഒരേ സ്വരത്തിൽ കോറസ് പാടും പോലെ പറഞ്ഞു. അവരുടെ വാക്കുകൾ കേട്ടതും അവിടെയുള്ളവരുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. ആഹാ, മോൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? ആദിയുടെ അമ്മ മീനുവിന്റെ വകയായിരുന്നു ആ ചോദ്യം. ആ അമ്മേ, ഞങ്ങളെ ബയോളജി പഠിപ്പിക്കുന്നത് സാറാണ്. അമ്മുവാണ് മറുപടി പറഞ്ഞത്. അത് നന്നായി. അപ്പോൾ നിങ്ങൾക്കെല്ലാം നേരത്തെ പരിചയമുണ്ടല്ലേ? കേട്ടോ സുഭദ്രാമ്മേ, അവൻ അലോഷ്യസിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. എന്തായാലും കറങ്ങി തിരിഞ്ഞ് സ്വന്തം സ്റ്റുഡൻറ്റിനെ തന്നെ പെണ്ണ് കാണേണ്ടി വന്നല്ലോ. ആദിയുടെ അച്ഛൻ കേശവിൻ്റെ പറച്ചിലിൽ എല്ലാവരും ഒന്ന് ചിരിച്ചു. പക്ഷേ അമ്മുവും വിച്ചുവും മാത്രം കണ്ണും കണ്ണും നോക്കി. അവരുടെ മനസ്സിലിപ്പോൾ ജാനിയുടെ അവസ്ഥ എന്താകുമെന്ന ആവലാതിയായിരുന്നു. എന്നാലും അവരെന്താ ഇത്രയും നേരമായിട്ടും വരാത്തെ? കുറേ നേരമായല്ലോ സംസാരിക്കാൻ പോയിട്ട്. നമുക്കൊന്ന് പോയി ഒളിഞ്ഞു നോക്കിയാലോ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ വിച്ചു? നമ്മൾ ഒളിഞ്ഞു നോക്കുന്നത് വല്ലതും കണ്ടാൽ അങ്ങേര് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും. വെറുതെ എന്തിനാ ട്രെയിനിന് പോയി തലവെക്കുന്നേ? അമ്മു സ്വയം നെറ്റിയിലൊന്ന് അടിച്ചുകൊണ്ട് വിച്ചുവിനോട് പറഞ്ഞു. അവരുടെ രണ്ടിൻ്റെയും കണ്ണുകൾ ജാനിയുടെ റൂമിൻ്റെ വാതിലിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു.